ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് നിങ്ങളെ എങ്ങനെ അവർ കാണുന്നു. ഓക്കെ, അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തി, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു റൊമാൻറ്റിക്കലി ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു റൊമാൻറ്റിക് അട്രാക്ഷൻ ആ വ്യക്തിയോടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഈ അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ളൂ, പക്ഷേ അഗെയിൻ ഈ ഒരു അട്രാക്ഷൻ അവിടെ. അപ്പോൾ ഒരു റൊമാൻറ്റിക് അട്രാക്ഷൻ ഉള്ള സിറ്റുവേഷനിലെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരെങ്കിലും ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവരെങ്ങനെ നിങ്ങളെ കാണുന്നു എന്നറിയണം ആഗ്രഹമുണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ആ വ്യക്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് വേണം ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാനായിട്ട്. ഇതാണ് ഗ്രൂപ്പ് 1 ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഓക്കെ, 3 ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം അല്ലെങ്കിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. ഓക്കെ, റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1 റീഡിങ്ങിലേക്ക് കടക്കാണ്. ഇവിടെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാം ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് നോക്കാം. അവരുടെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയേണ്ട അഭിപ്രായമാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. ഗ്രൂപ്പ് 1 മനസ്സിലുള്ള വ്യക്തി, ആ വ്യക്തി ഗ്രൂപ്പ് 1 എങ്ങനെയാണ് കാണുന്നത്, ആ വ്യക്തിക്ക് ഗ്രൂപ്പ് 1 സംബന്ധിച്ചിട്ടുള്ള ഓണസ്റ്റ് ഒപ്പീനിയൻ എന്താണ്, ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ മനസ്സിലുള്ള വ്യക്തി അവരെ എങ്ങനെ കാണുന്നു. നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഓക്കെ, എനിക്ക് സ്ട്രേറ്റ് അവേ ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൊമാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരു പ്രണയത്തിൻ്റെ സന്ദേശം അല്ലെങ്കിൽ ആ പ്രണയത്തിൻ്റെ സന്ദേശം കൊണ്ടുപോകുന്ന ആളാണ് നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ ആ റൊമാൻറ്റിക് ഫീലിങ്സ് അവിടെയുണ്ട്. അതും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ആണ്. ഒരു ഇൻഫാക്ച്വേഷൻ എന്നല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊരു സീരിയസ് റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ആണ് നിങ്ങളിലേക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ അവർ നിങ്ങൾ എന്തെങ്കിലും പ്രപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിരിക്കും. അവരത് ഒരു നേരം പോക്കിനായിരിക്കില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന എനർജി. ഓക്കെ, മാത്രമല്ല ഇവിടെ ഒരു സോൾ ഫാമിലി കണക്ഷൻ, ഒരു സോൾമേറ്റ് കണക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സോൾ ഫാമിലിയിൽ ഉള്ള ആളുകളാണ്. നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനും എനിക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ പരിചയപ്പെട്ട് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ വളരെ അടുപ്പായിട്ടുണ്ടാവും, പരസ്പരം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫെമിലിയാരിറ്റി, ഓക്കെ, ഒരുപാട് നാളായിട്ട് പരിചയമുണ്ട് എന്നൊരു തോന്നൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ആ ഒരു എനർജി ഇപ്പോഴും സ്ട്രോങ് ആയി നിൽക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ ഡെഫിനറ്റ്ലി ആ റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് എനിക്ക് ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഡെഫിനറ്റ്ലി ഒരു സീരിയസ് റിലേഷൻ നിങ്ങളുടെ കൂടെ എന്തായാലും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ തെളിവുകളും നമുക്കിവിടെ ഫസ്റ്റ് റോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അണ്ടർലൈങ് എനർജി 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീരിയസ് കമ്മിറ്റ്മെൻ്റ് ആണ് അവരെ എക്സ്പെക്ട് ചെയ്യുന്നത്. അതാണ് അവരെ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നതും. ഒരു എന്താ പറയുക, പ്രണയം എന്നുള്ളതിനപ്പുറം അതൊരു വിവാഹം, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങളുമായിട്ട് അവർ പോകാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇത് അവർക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇതൊരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ, ഷോക്കിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളെ കണ്ടുമുട്ടിയതെല്ലാം, നിങ്ങളോട് തോന്നുന്ന ഈ സ്ട്രോങ് ഫീലിങ്സും എല്ലാം. കാരണം അവരതൊട്ട് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഒരു രീതി, നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു എന്താ പറയണ്ട ഒരു ട്രൈറ്റ്സും ആ ഒരു സ്റ്റൈലും ഒക്കെ സാധാരണ ഈ ഒരു വ്യക്തിക്ക്, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി അവരിങ്ങനെ ഒരാളിൽ അട്രാക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ, റൊമാൻറ്റിക്കലി അട്രാക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്പെസിഫിക് ടൈപ്പ് ഉണ്ട്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നിങ്ങളെന്ന് കാണുന്നു. എന്നിട്ടും
അവർക്ക് ഈ സ്ട്രോങ് ഫീലിങ്സ് നിങ്ങളോടുണ്ട്. അത് അവരുടെ ഉള്ളിൽ ഒരു ടവർ മൊമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ വളരെ സർപ്രൈസ്ഡ് ആണ്. ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അട്രാക്ഷൻ എന്തുകൊണ്ട് തോന്നുന്നു, അല്ലെങ്കിൽ അത്രയും ഒരു കണക്ഷൻ എന്തുകൊണ്ട് തോന്നുന്നു, അവർക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവർ വളരെ സർപ്രൈസ്ഡ് ആണ്. പക്ഷേ അവരിവിടെ വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള, അവരാഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്നൊരു ഉറപ്പുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ കാണുന്നത് നിങ്ങൾ വളരെ ഒരു ലവിങ് ആയിട്ടുള്ള, വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്താണെന്ന് അപ്പോൾ അവർ പലപ്പോഴും പറയേണ്ട ആവശ്യമില്ല. അവർ ഇതിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു എംപാത്തിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ അവരെ നിങ്ങളിലേക്ക് ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് എന്ന് കാണുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് കണക്ഷൻ, അത് ആ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഒരുപാട് നാളായിട്ട് അറിയാം എന്നുള്ള ഒരു തോന്നൽ, പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ തമ്മിൽ മനസ്സിലാക്കാൻ പറ്റുക, അതൊക്കെ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെയാണ്. ഓക്കെ, അവര് ഇത് പറയാനായിട്ട് ഒരു മടി കാണിക്കുന്നത്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ഈ റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ അവർക്കൊരു മടി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ ഇടയിലുള്ള സൗഹൃദം, നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഫ്രണ്ട്ലി എനർജി ഉണ്ട്, അത് നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അവർക്ക് നല്ലവണ്ണം ഉണ്ട്. ഓക്കെ, അത് തകർന്നു പോകും, ആകെ പ്രശ്നമാകും എന്നൊരു ഭയം ഉള്ളത് കൊണ്ടാണ് അവർ അത് പറയാതെ അത് പറയണോ വേണ്ടയോ എന്നുള്ളൊരു ഇൻഹിബിഷൻ അത് നിൽക്കുന്നത്. ഈ ഒരു കണക്ഷൻ ഇല്ലാതാകും എന്നുള്ളൊരു ഭയം, നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതാകും എന്ന ഒരു ഭയം അവർക്ക് വല്ലാത്തുള്ളത് കൊണ്ടാണ്. അത് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളുടെ ഒരു മിസ്റ്ററിയാണ് അവർക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളിൽ ഒരു മിസ്റ്ററി കാണുന്നു. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അവരോട് എങ്ങനെയും റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊന്നും അവർക്ക് നിങ്ങളെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ശരിയായ ഇമോഷൻസ് ഒക്കെ ഹൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. നിങ്ങളത് തന്നെ എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല എന്നാണ് ഞാൻ കാണുന്നത്. ചിലപ്പോൾ നിങ്ങളതങ്ങനെ സമയവും സന്ദർഭം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് പലരോടും ഇഷ്ടം തോന്നും, പക്ഷെ അതെല്ലാവരോടും പറയണമെന്നില്ല അല്ലേ. നമ്മൾ ആ സിറ്റുവേഷനൊക്കെ നോക്കി ചിലപ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുന്ന വ്യക്തി ഓൾറെഡി കമ്മിറ്റഡ് ആണെങ്കിൽ നമ്മളവിടെ പറയുന്നത് ശരിയല്ല. അപ്പം നിങ്ങൾ അതൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടാണ് ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കാണിക്കണോ വേണ്ടയോ, പ്രത്യേകിച്ച് പ്രണയത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ വളരെയധികം ചിന്തിച്ചിട്ടാണ് ഓരോ സ്റ്റെപ്സ് എടുക്കുന്നത്. അപ്പോൾ ഒരാളുടെ ഇഷ്ടം തോന്നിയാൽ തന്നെ അത് പെട്ടെന്ന് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കില്ല. നിങ്ങളത് കൃത്യമായി ഹൈഡ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങളിലൊരു മിസ്റ്റീരിയസ് എനർജിയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഫീലിങ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് ഒരു രൂപമില്ല. അപ്പം അതും അവരെ ഒന്ന് എന്താ പറയുക, ഈ നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു റൊമാൻറ്റിക് പ്രപ്പോസലുമായിട്ട് വരാനായിട്ട് ഒരു തടസ്സം നിൽക്കുന്നത് ആ ഒരു കാര്യമാണ്. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന് അവർക്ക് അറിയില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടോ എന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ഇത് അവർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ താല്പര്യം ഇല്ലെങ്കിൽ അതോടുകൂടി സൗഹൃദം അവസാനിക്കും എന്നൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. പിന്നെ നിങ്ങളെന്ന വ്യക്തി അവർ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈക്വൽ ആയിട്ടുള്ള, ഓക്കെ, അവർ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പാർട്ട്ണർ ഉണ്ട് അവരുടെ ലൈഫിൽ. അവരെ ഒരു ലൈഫ് പാർട്ട്ണർ എന്ന രീതിയിൽ അവർ കാണുന്ന ഒരു വ്യക്തി, അവരെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ, ആ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എസ്പെഷ്യലി അത് നിങ്ങളിലുണ്ട്. ഓക്കെ, ഈക്വൽ ആണ്. നിങ്ങളൊരിക്കലും ഒരു സുപ്പീരിയർ ആയിട്ട് ഇൻഫീരിയർ ആയിട്ട് നിൽക്കുന്നില്ല. നിങ്ങൾ ആ ഒരു വളരെ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ്. നിങ്ങൾ റെസ്പെക്ട്ഫുള്ളിയാണ് ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. നിങ്ങൾ ആ റെസ്പെക്ട് തിരിച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, തോന്നുന്ന പോലെ നിങ്ങളോട് പെരുമാറാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് കൃത്യമായൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നിങ്ങൾ ഒരാളെയും അവർക്ക് ഇഷ്ടമുള്ള പോലെ അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന പോലെ അപമര്യാദയായിട്ട് നിങ്ങളോടൊക്കെ പെരുമാറാൻ നിൽക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ കൃത്യമായി അതിനൊരു ബൗണ്ടറി ഇടും. നിങ്ങളത് കൃത്യമായിട്ട് അതിനെ ആ മൊമെൻറ്റിൽ തന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അത്രയും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരാളാണ്. അതാണ് അവരുടെ പെർസ്പെക്റ്റീവ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, അവരുടെ ആ ഒരു പാർട്ട്ണർ എങ്ങനെയായിരിക്കണം, ഒരു പേഴ്സണാലിറ്റി വൈസ് എങ്ങനെയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ആ ഒരു എനർജി സ്പെഷ്യലി ഈ ഒരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ കാര്യത്തിൽ, ആ ഒരു ഡിഗ്നിറ്റിയുടെ കാര്യത്തിലൊക്കെ നിങ്ങളിൽ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡിസേർവ് ചെയ്യുന്നു, ഓരോ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് അർഹിക്കുന്നു എന്നതിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. ഓരോ റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലായിക്കോട്ടെ, നിങ്ങൾ അതിന് താഴേക്ക് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. ഓക്കെ, ഒരിക്കലും ചെയ്യില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ അർഹിക്കുന്ന ഒരു ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ്, നിങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് താഴേക്ക് നിങ്ങൾ ഒരിക്കലും നോക്കില്ല, അതിലേക്ക് ഫോക്കസ് ചെയ്യുകയില്ല. കാരണം അങ്ങനെ ഒരു
എന്താ പറയുക, നിങ്ങൾ അർഹിക്കുന്നതിലും താഴെയുള്ള ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട് എന്നൊരു തോന്നലില്ല. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരു എന്താ പറയുക, അത്രയും അധികം നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു എംപാത്ത് എനർജി, അതും അവർ വീണ്ടും അതെടുത്ത് പറയുന്നത്, നിങ്ങൾ ഒരു എന്താ പറയുക, മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. അത് പലപ്പോഴും വാക്കുകൾ കൊണ്ട് പറയണം എന്നില്ല. ഓക്കെ, വേർഡ് ബൈ വേർഡ് പറയണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയാണ്. നിങ്ങൾ അതനുസരിച്ച് അവർക്ക് വേണ്ടുന്ന സഹായം സപ്പോർട്ടൊക്കെ നിങ്ങൾ കൊടുക്കും. അപ്പോൾ അത് പലപ്പോഴും ഇവർക്കും ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ട്, എങ്ങനെയാണ് അവരുടെ സിറ്റുവേഷൻ ഇത്ര കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ അവരും തമ്മിൽ, നിങ്ങളും ഈ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോഴും വേറെ ആരെങ്കിലും കുറിച്ചൊക്കെ പറയുമ്പോൾ അവരെന്തിലൂടെ കടന്നു പോകുന്നു എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നീട് ആ വ്യക്തി, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ആ ഒരാളെ കുറിച്ച് ആളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആവുക. കാരണം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ആ മൂന്നാമത്തെ ആൾ, അയാൾ എങ്ങനെയാണ്, എന്ത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്, അയാളുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അത്രയും ആഴത്തിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അതും അവർ അങ്ങനെയും നിങ്ങളെ അവർ കാണുന്നു. അത് നിങ്ങളിൽ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ആയിട്ടാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി കാണുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നല്ല ക്ഷമ ഉണ്ട് എന്നും കൂടെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വളരെ ക്ഷമയുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അത് കൃത്യസമയത്ത് നടക്കുമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. ഓക്കെ, അത് എന്താ പറയുക, നിങ്ങൾ ധൃതി വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും കൃത്യമായ സമയത്ത് നടക്കും എന്നുള്ള ആ ഒരു വിശ്വാസവും ഒക്കെ ഉള്ള ഒരാളാണ്. ആ ഒരു പേഷ്യൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിശ്വാസത്തേക്കാൾ കൂടുതലൊരു ധൈര്യമുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ള ഉറച്ച വിശ്വാസവും ഒരു ധൈര്യവും, അതെന്തായാലും നടന്നിരിക്കും, ആ ഒരു ആത്മധൈര്യം നിങ്ങൾക്കുണ്ട്. എത്ര ഒരു ഡിലേ വന്നാലും നിങ്ങൾക്ക് അതിലൊരു ടെൻഷൻ, അയ്യോ നടക്കില്ലാവോ, അങ്ങനത്തെ ടെൻഷനൊന്നും നിങ്ങൾക്കില്ല. ഓക്കെ, നിങ്ങളോട് അത് എന്തെങ്കിലും ഒരു കാര്യത്തെ സംസാരിക്കുമ്പോൾ അയ്യോ അതിനെക്കുറിച്ച് ഒന്നും ആയില്ലല്ലോ, കുറേ നാളായാലും ട്രൈ ചെയ്തു, അതൊക്കെ എന്തായാലും നടന്നിരിക്കും, അങ്ങനത്തെ വളരെ ഒരു അത്രയും ഉറച്ച വിശ്വാസമുള്ള ഒരാൾ. ഓക്കെ, ഡിവൈൻ ടൈമിങ്ങിലും ഡിവൈൻ പ്ലാനിലൊക്കെ അത്രയും വിശ്വാസമുള്ള അതുപോലെ നിങ്ങളെടുക്കുന്ന ആ ഒരു ഹാർഡ് വർക്കിൽ വിശ്വാസമുള്ള ഒരാളാണ്. അപ്പോൾ അതും അവർ നിങ്ങളിൽ നോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ക്വാളിറ്റിയാണ്. അതായത് അത്രയും പേഷ്യൻസ്, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ്, അതുമാത്രമല്ല ആ ചെയ്യുന്ന വർക്കിലുള്ള ഒരു വിശ്വാസം, അതിന് എന്തായാലും റിസൾട്ട് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം, ഒരു ആത്മധൈര്യം, അതൊക്കെ അവർ നിങ്ങളിൽ നോട്ട് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ക്വാളിറ്റീസാണ്. പിന്നെ നിങ്ങൾ നല്ലൊരു സുഹൃത്തും കൂടിയാണ് അവരുടെ എന്ന് കാണുന്നു. ഓക്കെ, നല്ലൊരു സുഹൃത്താണ് നിങ്ങൾ. അത് അവരുടെ എന്ന് മാത്രമല്ല, ഏതൊരു വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരു സൗഹൃദത്തിലാകുന്നുണ്ടോ ആ വ്യക്തിക്ക് അത് ഒരു എന്താ പറയുക, വളരെ ഭാഗ്യമുള്ളൊരു കാര്യമാണ് നിങ്ങളെ സുഹൃത്തായിട്ട് ലഭിക്കുക എന്നുള്ളത്. ആ ഒരു ക്യാരക്ടറാണ് അവർ ശ്രദ്ധിച്ചിട്ടുള്ളത്. കാരണം നിങ്ങളൊരു സുഹൃത്ത് എന്ന രീതിയിൽ വളരെ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ്. എന്ത് കാര്യത്തിനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ എന്താവശ്യത്തിനും കൂടെ നിൽക്കുക, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ഉയർച്ചയിലൊക്കെ സന്തോഷിക്കുക, അവർക്ക് ഉണ്ടാകുന്ന സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്നൊരു വ്യക്തിയാണ്. അസൂയപ്പെടുകയോ ഒന്നുമില്ല, നിങ്ങൾ സന്തോഷിക്കുകയാണ്. കാരണം അത് അവരുടെ ജീവിതമാണ്. അപ്പോൾ അവരിൽ ആ ഒരു സ്നേഹം അത്രയും പ്യുവർ ആയതുകൊണ്ടാണ് ആ ഒരു വ്യക്തി, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ അവർക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ, നേട്ടം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളിൽ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പെർഫെക്റ്റ് പാർട്ട്ണറായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. ഓക്കെ, അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയും, അതായത് നിങ്ങളുടെ ഇടയിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് അവർക്ക് കാണാൻ, അല്ലെങ്കിൽ അത് ഓൾറെഡി ഉണ്ടാകുന്നതായിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്ക് എന്നും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് കൂടാതെ പെർഫെക്റ്റ് പാർട്ട്ണർ, എല്ലാ തരത്തിലും ഏതൊരു കാര്യത്തിനും അവർക്ക് ഒരു ബെസ്റ്റ് പാർട്ട്ണറാണ് നിങ്ങൾ. ഓക്കെ, എന്തൊരു കാര്യത്തിനും നിങ്ങളുടെ ആ ഒരു കോപ്പറേഷൻ, നിങ്ങളുടെ ആ ഒരു ടീം വർക്ക്, അവരുമായിട്ട് നിങ്ങൾ എന്ത് കാര്യങ്ങൾ കൂടെ ചെയ്യുമ്പോഴും നിങ്ങൾ ആ ഒരു കെമിസ്ട്രി വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, നിങ്ങൾ പരസ്പരം വളരെ കമ്പാറ്റബിൾ ആയിട്ടുള്ള ആളുകളാണ്. അതും നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ ഡിറ്റർമിനേഷനാണ് അവർ നോട്ട് ചെയ്തിട്ടുള്ള വേറൊരു കാര്യം. ഏതൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുമ്പോഴും നിങ്ങളതൊരിക്കലും എത്ര ലാഗ് ചെയ്താലും എത്ര ചാലഞ്ചസ് ഉണ്ടെങ്കിലും നിങ്ങളത് കൈവിടില്ല, അത് വേണ്ടാന്ന് വെക്കില്ല. ഓക്കെ, നിങ്ങൾ അതിനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ഏതൊരു കാര്യത്തിനും നിങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് പ്രാധാന്യമുള്ള ഏതൊരു കാര്യത്തിനും നിങ്ങൾ അതിനെ എത്രയും പെട്ടെന്നൊന്നും ഉപേക്ഷിക്കുന്ന ഒരാളല്ല. എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടായാലും അതിനൊക്കെ തരണം ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തും.
അപ്പോൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ട്, ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ ഒരു ധൈര്യമുണ്ട്. അപ്പോൾ അത്രയും ധൈര്യമുള്ള, വളരെയധികം ഒരു എഫേർട്ട് എടുക്കാൻ മനസ്സുള്ള, പേഷ്യൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അത്രയും ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരാൾ. ഓക്കെ. പിന്നെ ആത്മവിശ്വാസം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, അത് കംഫർട്ട് സോണിന് പുറത്ത് കടക്കേണ്ടി വന്നാലും നിങ്ങൾ വളരെ ധൈര്യത്തോടെയാണ് ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് എന്നാൽ പേടിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങൾ ആ ഒരു പേടി, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഭയം, ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ വരുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാകുമില്ലേ? ആ ഒരു ഭയം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കാൻ അനുവദിക്കില്ല. നിങ്ങൾ ഓക്കെ പേടിയുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോയി അങ്ങനെയാണല്ലോ നമ്മൾ കാര്യങ്ങൾ പുതിയത് പഠിക്കുക. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതിപ്പോൾ ഒരു യാത്രയുടെ കാര്യമാണെങ്കിലും പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോവുക, പരിചയമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. നിങ്ങളങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു കാര്യത്തിനും നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല. അത്രയും സിറ്റുവേഷൻ, അത്രയും ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് ആ ഒരു സപ്പോർട്ട് സീക്ക് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ. ഓക്കെ. നിങ്ങൾക്ക് അത്രയും ഒരു ആത്മവിശ്വാസമാണ്. കാരണം നിങ്ങൾക്ക് നേടാൻ പറ്റും, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം, ആത്മവിശ്വാസം ഉണ്ട്. അത്രയും ഇൻഡിപെൻഡൻ്റ് ആണ്. അതും നിങ്ങളിൽ അവർ കാണുന്ന ഒരു ക്വാളിറ്റിയാണ്. അതായത് അത്രയും സ്വന്തം കഴിവിലും സ്വന്തം പ്രാപ്തിയിലും വിശ്വാസമുള്ള ഒരു വ്യക്തി. അങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത്. ഓക്കെ. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചൈൽഡ് എനർജി ഉണ്ട്, അതും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന, കുട്ടികളിയുള്ള ആ ഒരു ഭാഗവും അവർ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം അവർക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. ഓക്കെ. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ അത് അത്രയും എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളായിരിക്കില്ല. ആ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ആ ഒരു ചൈൽഡ് ലൈക്ക് നേച്ചർ, അത് നിങ്ങൾ അത്രയും എല്ലാവരും മുന്നിൽ കാണിക്കുന്ന ഒരാളായിരിക്കില്ല. പക്ഷെ അത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, നിങ്ങളുടെ ഒരു വേർഷൻ അല്ലെങ്കിൽ ഒരു സൈഡാണ്. അത് ഇവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നേച്ചർ അവർക്ക് വളരെ ഇഷ്ടമാണ്. ജീവിതം നിങ്ങൾ ആസ്വദിക്കാൻ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഏതൊരു സിറ്റുവേഷൻ നിങ്ങളായിരിക്കുന്നു ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. ഒരു കാര്യം നടക്കുമ്പോൾ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. അതുവരെ എന്തെന്തായാലും നിങ്ങൾ അതൊന്നും സന്തോഷിക്കില്ല. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അല്ല നിങ്ങൾക്ക്. ജീവിതത്തിനെ വരുന്ന പോലെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല, ജീവിതത്തിൽ എവിടെയായിരിക്കുന്നു ആ മൊമെന്റിൽ ആ ജീവിതത്തിൽ വരുന്ന സന്തോഷങ്ങളെ കണ്ടെത്താനും ജീവിതം ആസ്വദിക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതും അവർ നിങ്ങളിൽ നോട്ട് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ എന്താ പറയണ്ടേ എനർജിയാണ്. ഓക്കെ. അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് അവിടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്. ആ ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് അവർക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് അവർ മുന്നോട്ട് വരാനായിട്ട് ഒരു ഭയം കാണിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ക്യാപ്സ്യൂൾ ക്ലോസ് എടുക്കാം. ഓക്കെ. അപ്പോൾ അതിൽ ആ വ്യക്തിയുടെ നിങ്ങളുടെ ഇനീഷ്യൽസ് ഉണ്ടാകാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ. പക്ഷെ മെയിനായിട്ടും ഈ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് ഈ വന്നിരിക്കുന്ന എനർജി എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഇനീഷ്യൽ, ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ അവരുടെ പേരിലത്തെ ഏതെങ്കിലും ആൽഫബറ്റ്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മന്ത്, സോഡിയാക് സൈൻ, അത് ഏതെങ്കിലും ഇവിടെ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്യാപ്സ്യൂൾ ക്ലോസ് നോക്കാം. ഓക്കെ. ഞാൻ ഈ ക്ലൂസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ, വെള്ളിയാഴ്ച. ഓക്കെ. ചിലപ്പോൾ വെള്ളിയാഴ്ച ഈ വ്യക്തി ജനിച്ച ദിവസമായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ സംബന്ധിച്ച ക്ലൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. ഞാൻ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നിട്ടുള്ള ക്ലൂസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അവർക്ക് ക്യാൻസർ അല്ലെങ്കിൽ ഏരീസ് പ്ലേസ്മെന്റ് അവരുടെ സൺമൂൺ റൈസിംഗിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ബർത്ത് ചാർട്ടിൽ ഈ പറയുന്ന ഏതെങ്കിലും സോഡിയാക് സൈൻ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ അവരുടെ ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത് 1, 7, 4, 15, 26, 28 ഏതെങ്കിലും ഒന്നാകാം. പിന്നെ അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ അവരുടെ പേരിൽ അവരുടെ ഈ പറയുന്ന ആൽഫബറ്റ്സ് ഏതെങ്കിലും ഉണ്ടായിരിക്കാം. IPK, Z അല്ലെങ്കിൽ CX. ഓക്കെ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓഗസ്റ്റ് മാസം കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയിട്ടുള്ളത് ഏപ്രിൽ മാസമാണ്. പിന്നെ മൺസൂൺ. ഓക്കെ. മൺസൂൺ എന്ന് പറയുമ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, അഗെയിൻ ഓഗസ്റ്റ് വരുന്നുണ്ട്.
അപ്പോൾ ഈ പറയുന്ന മാസങ്ങൾ ഏതെങ്കിലും ഒന്ന് അവരുടെ ജന്മമാസം ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇതാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ്. ഓക്കെ, അവർക്ക് നിങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കിയത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അതുപോലെ തന്നെ വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് വഴി മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. യാതൊരു കാരണവശാലും കോളുകൾ സ്വീകരിക്കുന്നതല്ല എന്നറിയിക്കുകയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ പിക്കച്ചാം റീഡിംഗ് അല്ലെങ്കിൽ പിക്കപ്പ് റീഡിംഗ് വേണമെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം, ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി, ആ വ്യക്തി നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ മനസ്സിലുള്ള വ്യക്തി അവരെങ്ങനെയാണ് കാണുന്നത്. ഗ്രൂപ്പ് 2വിനെ സംബന്ധിച്ചുള്ള ജെനുവിനായ ഒപ്പീനിയൻ എന്താണ്? ക്യൂൺ ഓഫ് സോർട്സ് ആണ് ആദ്യം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ക്യൂൺ ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് വോൺസ്, പിന്നെ കിട്ടിയിട്ടുള്ളതാണ് നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ വളരെ ഒരു ബൗണ്ടറിക്കുള്ള വളരെ അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് കണ്ടിരിക്കണേ. ഓക്കെ, അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയാൻ, വളരെ തുറന്ന് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെയാണ് നിങ്ങളെ കണ്ടിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ വളരെ ഓണസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുക, ഒരു എന്താ പറയുക ഫിൽറ്ററൊന്നും ഇല്ലാതാണ് സംസാരിക്കുക. അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരാളാണ്, സ്ട്രിക്റ്റ് ആയിട്ട് ബൗണ്ടറീസ് ഉള്ള ഒരാളാണ്, കുറച്ച് സീരിയസ് ടൈപ്പാണ് എന്ന് കാണുന്നു. നിങ്ങളെ ഒരു ബെസ്റ്റ് ഒരു പാർട്ട്ണർ ഇൻ ദ സെൻസ്, ഒരു എന്താ പറയുക ഏത് കാര്യത്തിന് കൂടെ കൂട്ടാവുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു അഭിപ്രായം അവർക്കുണ്ട്, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്കുണ്ട്. അവർക്കൊരു അട്രാക്ഷൻ ഉണ്ട് നിങ്ങളോട്. ഓക്കെ, റൊമാൻറ്റിക് എലമെൻ്റ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ റൊമാൻറ്റിക് എലമെൻറ്റ് വന്നിട്ടുള്ളത് ഈ അട്രാക്ഷനിൽ നിന്നാണ്. അവിടെ ഇൻഡെപ്ത് ആയിട്ടൊരു ഫീലിങ്സ് എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കണ കാർഡ്സിൽ നിന്ന് കാണാനില്ല. ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ്, ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്, പക്ഷെ അതിനപ്പുറം അവർക്കൊരു അട്രാക്ഷൻ നിങ്ങളോടുണ്ട്. ഓക്കെ, ആ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിലുള്ള അല്ലെങ്കിൽ ആ ഒരു നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള ഒരു അട്രാക്ഷൻ മാത്രമാണ്, ഒരു ഇൻഫാക്ച്വേഷൻ ആണ്. ഓക്കെ, അവിടെ ഒരു സീരിയസ് റൊമാൻറ്റിക് ഫീലിങ്സ് കാണാനില്ല. ആ അട്രാക്ഷനിൽ നിന്ന് വളരെ പെരിഫറൽ എന്നുള്ള വാക്കാണ് എനിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ പെരിഫറൽ ആയിട്ടുള്ള ഫീലിങ്സിൽ നിന്നുള്ള ഒരു റൊമാൻറ്റിക് എനർജി മാത്രമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എനിക്ക് കിട്ടുന്ന വേറൊരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങൾ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഇൻ ദ സെൻസ്. ഓക്കെ, കാരണം നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒരു പാർട്ട്ണർ, ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു എന്താ പറയുക നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. അവിടെ അവർക്കൊരു ഓപ്ഷൻസ് ഉണ്ടെന്നാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അവർ ആ ഒരു നിങ്ങളെ വേറൊരാളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പോൾ അവിടെ അവർക്കൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഓക്കെ ഈ ആളാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്നങ്ങനെ അവർക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അവർക്ക് ശരിയാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പോഴുള്ള രീതിയിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അതായത് റൊമാൻറ്റിക്കലി അല്ല പറയണേ, നിങ്ങൾ അങ്ങനെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതൊരു കാര്യത്തിനും അവരെ കൂടിയുള്ള അവർ പറയുമ്പോൾ കാര്യങ്ങൾ കേട്ടിരിക്കുന്ന അങ്ങനെ എല്ലാം കൊണ്ടും ഇങ്ങനെ എന്താ പറയുക അവർക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് എപ്പോഴും ഒരു പ്രസൻസ് അവരുടെ ലൈഫിൽ നിങ്ങളുടെ ഉണ്ട്.
അതവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബെസ്റ്റ് ഒരു ടീംമേറ്റ് ആയിട്ട് നിങ്ങളെ കാണുന്നു. ഒരു അട്രാക്ഷൻ നിങ്ങളോടുണ്ട്. ആ അട്രാക്ഷൻ്റെ പുറത്തുള്ള ഒരു എന്താ പറയുക, റൊമാൻറ്റിക് ഇൻട്രസ്റ്റ്. ഓക്കെ, പക്ഷേ അത് സീരിയസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യം ആലോചിക്കുമ്പോൾ അവരിങ്ങനെ ഓപ്ഷൻസ് നോക്കുകയാണ്. ഓക്കെ, ഇതിൽ തന്നെ സെറ്റിൽ ആകണോ അതോ വേറെ വേണോ, അങ്ങനത്തെ ഒരു ഉറപ്പില്ല. ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. Clarify the star. അവരുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഇവിടെ ഒത്തിരി ഇമ്മെച്ചുവറാണ്. അതായത് ഒരു മെച്ചുവേർഡായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഒന്നുമില്ല. അപ്പം ഞാൻ പറയില്ല നിങ്ങളോട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്, കാരണം അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല. ഓക്കെ, ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇത് തന്നെ മതി, ഈ വ്യക്തിയായിട്ട് മുന്നോട്ട് പോകല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ അത് എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അവരുടെ. ഓക്കെ, എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഇമ്മെച്ചുവറിറ്റി ഉണ്ട്. അത്രയും സീരിയസ് ഒന്നുമല്ല അവർ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളോട് അത് എക്സ്പ്രസ് ചെയ്യരുത്. കാരണം അത് അവർ ബാക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരിത് പ്രൊസീഡ് ചെയ്യില്ല. അവർക്ക് ഒരു ഉറപ്പില്ല. ഇഷ്ടമാണ്, എന്നാൽ അത് കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാൻ താല്പര്യമില്ല. അങ്ങനത്തെ എനിക്ക് എന്താ ഇപ്പം നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല, അങ്ങനത്തെ ഒക്കെ ഡയലോഗാവും പറയാം. ഓക്കെ, അതായത് അവർക്കൊരു കൃത്യമായി തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു ലെവലാണ് കാണുന്നത്. അപ്പോൾ ഒരു കുറച്ചൊരു ഇമ്മെച്ചുവേർഡ് എനർജിയാണ് അവരിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. നിങ്ങളുടെ കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ അവർ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അത് അവർ ആഗ്രഹിക്കുന്നതുമാണ്. പക്ഷേ സീരിയസ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതവർക്ക് അതും അങ്ങനെ വേണം എന്നവർക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. നിങ്ങളെ ഒരു അങ്ങനെ റൊമാൻറ്റിക് ആസ്പെക്റ്റിൽ വരുമ്പോൾ റൊമാൻറ്റിക് പാർട്ട്ണർ എന്നുള്ള നിലയിൽ നിങ്ങളൊരു ഓപ്ഷനായിട്ടാണ് അവർ കണക്കാക്കുന്നത്. നിങ്ങളല്ല പ്രയോറിറ്റി. ഓക്കെ, അവർക്ക് നിങ്ങളെ നിങ്ങളോടൊരു പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു എനർജി ഉണ്ട് അവരുടെ ഉള്ളിൽ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നിങ്ങളുടെ കൂടെ ഉണ്ടാകുക. നിങ്ങളാരെങ്കിലും എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊരു ടെൻഡൻസി ഒക്കെ ഇവർക്കുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ആ ഒരു സൗഹൃദം ഉണ്ട്. യെസ്, അതവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൽ ജെന്യുവിൻ തന്നെയാണ്. പക്ഷെ ആ റൊമാൻറ്റിക് ഇൻട്രസ്റ്റിൽ അവരധികം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് ആ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ അവർക്ക് വളരെ ശക്തമായിട്ട് ഉള്ള ഒരു കാര്യമായിട്ട് കാണുന്നു. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ചില വാല്യൂസ് ഉണ്ട്. നിങ്ങൾ ആ വാല്യൂസ്, പ്രിൻസിപ്പിൾസ് അത് ഫോളോ ചെയ്തിട്ടാണ് നിങ്ങളുടെ ജീവിതം. ഓക്കെ, നിങ്ങളതൊരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല. നിങ്ങളതൊരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. അത് അവർക്കറിയാം നിങ്ങളെക്കുറിച്ച്. അത് നിങ്ങളെക്കുറിച്ച് അവരിലൊരു നല്ല ഇമ്പ്രഷനാണ് ഉണ്ടാക്കുന്നത്. കാരണം പലപ്പോഴും ആളുകൾ ഒരുപാട് വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും പല സമയങ്ങളിൽ അവരത് കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. ഓക്കെ, ആ കോംപ്രമൈസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് തന്നെ നഷ്ടം സംഭവിച്ചാലും നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ അല്ല. കാരണം ആ വാല്യൂസ്, ആ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി കോംപ്രമൈസ് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അത്രയും റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് നിങ്ങളുടെ വാല്യൂസിനെയും മോറൽസിനെയും നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. അത് നിങ്ങളെക്കുറിച്ചൊരു നല്ല അഭിപ്രായമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത്. Clarify the Son of Wands. Clarify the Son of Wands. Clarify the Son of Wands. Okay.
നിങ്ങളിലൂടെ അവരിലെ ഒരുപാട് ഒരു വ്യക്തി എന്ന നിലയിൽ അവർ പുതിയ പുതിയ കാര്യങ്ങൾ എന്താ പറയുക പഠിക്കുന്നത്, അല്ലെങ്കിൽ അവരൊരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് ഒരുപാട് ഗ്രോത്ത് വളർച്ച ഉണ്ടാകുന്നത് നിങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയാണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ ചില വ്യൂസ്, നിങ്ങളുടെ ചില അഭിപ്രായങ്ങൾ അവർ ട്രിഗർ ചെയ്യുന്നുണ്ട്. കാരണം അവരത് അങ്ങനെ രീതിയിൽ ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് അവർക്ക് ആദ്യമായി കിട്ടുന്ന ഒരു പെർസ്പെക്റ്റീവാണ്. അപ്പോൾ അവർക്ക് അത് ഒരുപാട് അവരെ പോസിറ്റീവ്ലി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവർ കൃത്യമായി അക്നോളജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് അവരെന്ന വ്യക്തിക്ക് ഒരുപാട് വളർച്ച ഉണ്ടാക്കാനായിട്ട് അവർ സഹായിക്കുന്നുണ്ട്, അങ്ങനെ കാണുന്നു. പിന്നെ നിങ്ങളിൽ വളരെ സെക്യൂർ ആയിട്ടാണ് അവരുടെ ഒരു പെർസ്പെക്റ്റീവ്. നിങ്ങൾ ഒരിക്കലും ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് അവർ കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ വളരെ സെക്യൂർ ആണ്. നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ അർഹിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ലൈഫിൽ എന്തൊക്കെ നിങ്ങൾക്ക് അർഹിക്കുന്നു, എന്തൊക്കെ നിങ്ങൾ അർഹിക്കുന്നില്ല, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുണ്ട്. നിങ്ങളിൽ വളരെ സെക്യൂർ ആണ്. നിങ്ങൾക്ക് യാതൊരു ഇൻസെക്യൂരിറ്റീസും എന്താ പറയുക നിങ്ങൾക്കില്ല. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താ അഭിപ്രായം പറഞ്ഞാൽ അത് നിങ്ങളെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. കാരണം അത് അവരുടെ അഭിപ്രായം മാത്രമാണെന്ന് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനത്തെ ഒരു വളരെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ. അത് അവർക്ക് ഒരുപാട് നിങ്ങളിൽ അഡ്മയർ ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളിലൂടെ അവരെന്ന വ്യക്തിക്ക് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ട്രാൻസ്ഫോർമേറ്റീവ് ആണ് അവരെ സംബന്ധിച്ച്. എന്താ പറയുക, അവർക്ക് പല കാര്യങ്ങളും അവരെ കഴിഞ്ഞുപോയ കാലത്തിലെ പല കാര്യങ്ങളെയും ഉപേക്ഷിക്കാനും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും നിങ്ങളുടെ ഒരു പ്രസൻസ്, നിങ്ങളുടെ കമ്പനി അവരെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത്. പിന്നെ വളരെ ഒരു എന്താ പറയുക ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ് നിങ്ങളുടെ ഒരു പോളിസി. ഓക്കെ, ഈക്വൽ റെസ്പെക്റ്റ്, എല്ലാം ഈക്വൽ ട്രീറ്റ്മെൻറ്റ്. നിങ്ങൾ ഒരിക്കലും ഒരു ഗിവറും അല്ല ടേക്കറും അല്ല. കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കുക, ആ ഒരു കാറ്റഗറി അല്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളൊരാൾ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിലാണ് നിങ്ങൾ തിരിച്ചും ട്രീറ്റ് ചെയ്യുക. ഓക്കെ, റെസ്പെക്ട്ഫുള്ളി ആണെങ്കിൽ നിങ്ങൾ തിരിച്ച് റെസ്പെക്ട്ഫുള്ളി ആണ് ബിഹേവ് ചെയ്യുക. ഡിസ്റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ബൗണ്ടറി ഇടുകയും ചെയ്യും. ആ ഒരാളുടെ കമ്പനി പിന്നെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രോത്സാഹിപ്പിക്കില്ല. ഓക്കെ, അവരെ നിങ്ങൾ അകറ്റി നിർത്തുകയാണ് ചെയ്യുക. അത് നിങ്ങളുടെ ഒരു രീതി എങ്ങനെയാണ്. കാരണം നിങ്ങൾ അത്രയും നിങ്ങളെ തന്നെ ഒരു റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതും അവർ നിങ്ങളിൽ ഒരുപാട് അഡ്മയർ ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾ പരസ്പരം നന്നായി കോംപ്ലിമെൻ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതും അവർ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പം ആ ഒരു അതിൻ്റെ ഒരു അട്രാക്ഷൻ, നിങ്ങളിലേക്ക് അവരുടെ ഒരു അട്രാക്ഷൻ ഒരു കാരണം അതാണ്. നിങ്ങൾ പരസ്പരം വളരെയധികം കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഈ വ്യക്തിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് അവരെ കഴിഞ്ഞുപോയ കാലത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും അവർക്ക് പുറത്തു വരാൻ പറ്റാതിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ പുറത്തു കടക്കാനും അതിനൊക്കെ ഉപേക്ഷിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളോട് ആ ഒരു അഡ്മിറേഷൻ അവർക്കുണ്ട്, ഒരു റെസ്പെക്റ്റ് ഉണ്ട് എന്ന് ഞാൻ കാണുന്നു. കാരണം നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് അവരുടെ ലൈഫിൽ വളരെ വലുതാണ്. ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രണയമില്ല. പിന്നെ പ്രണയമാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ അതില്ല, അതവിടെ ഒരു ഉറപ്പില്ല, ആ ഒരു ഫീലിങ്സ് ഇല്ലാണ്ടൊന്നല്ല അത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങളിലത്തെ ക്വാളിറ്റി കണ്ട് അട്രാക്റ്റഡ് ആകുന്നതാണ്. പക്ഷെ അതൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഒന്നുമല്ല. ഓക്കെ, ഒരു ഇൻഡെപ്ത് ഫീലിങ്സ് ഒന്നുമല്ല. പിന്നെ നിങ്ങളൊരു എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു രീതിയാണ്. നിങ്ങൾ ഈ ക്രൗഡിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് അവർ കണ്ടിട്ടുള്ളത്. ഓക്കെ, എനിക്ക് കിട്ടുന്നൊരു എനർജി ലോണർ എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു ഒറ്റയാൾ എന്ന് പറയില്ലേ, ഒരു എന്താ പറയുക വൺ മാൻ ആർമി എന്നൊക്കെ പറയുന്ന ടൈപ്പാണ്. കാരണം നിങ്ങൾ ഒരിക്കലും ക്രൗഡിനെ ഫോളോ ചെയ്യില്ല. മറ്റുള്ളവരൊക്കെ ചെയ്യുന്നു, ഞാനും ഇത് ചെയ്യാണ്, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ പെരുമാറുക, അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഞാനും ഇങ്ങനെ പെരുമാറുക, അങ്ങനത്തെ ഒരാളെ അല്ല നിങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു രീതിയുണ്ട്. ഓരോ കാര്യത്തിലും നിങ്ങളുടേതായ രീതിയാണ്. മിക്കതിലും നിങ്ങളറിയാതെ തന്നെ ഒരു യുണീക്ക് എലമെന്റ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇത് ഈ വ്യക്തി നോട്ട് ചെയ്യുന്നുണ്ട്, അവർ ഡെഫിനറ്റ്ലി നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എക്സ്റ്റേണൽ വാലിഡേഷന് യാതൊരു എന്താ പറയണ്ടേ, ആ ഒരു എക്സ്റ്റേണൽ വാലിഡേഷന് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രാധാന്യവും നിങ്ങൾ കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് അനാവശ്യമായിട്ടുള്ള നമ്മളിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന ചില എക്സ്റ്റേണൽ ഒപ്പീനിയൻസ് ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ ചില ഒപ്പീനിയൻസ്, ജഡ്ജ്മെന്റ്സ്, അതൊന്നും നിങ്ങൾ ഒരു കാലത്തും വകവെക്കുന്ന ഒരാളല്ല. അവരാണ് പറയട്ടെ, അത് അവരുടെ അഭിപ്രായമാണ്. അതിനർത്ഥം ഞാൻ അങ്ങനെയാണ് എന്നല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു എന്താ പറയുക, നിങ്ങളുടേതായ ഒരു യുണീക്ക് പാത്ത് ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഫിലിമിലൊരു ഡയലോഗാണ് വന്നത്. നമ്മുടെ
രജനീകാന്തിന്റെ ഫിലിമിൽ പടയപ്പലത്തെ ഡയലോഗ് വന്നത്, വഴി തനി വഴി. നിങ്ങളുടെ ഒരു പോളിസി അതാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴി. അതിൽ നിങ്ങൾ മറ്റൊരാളെ ഫോളോ ചെയ്യേയില്ല. നിങ്ങളത് എല്ലാവരും ആ രീതിക്കല്ലേ ചെയ്യണേ, നിനക്കും അങ്ങനെ ചെയ്തുകൂടെ എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്ന വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? അതാണ് നിങ്ങളുടെ ഉള്ളിൽ ആദ്യം വരുന്നത്. ആദ്യത്തെ റെസ്പോണ്ട് അതാണ്. കാരണം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നു അതുകൊണ്ട് ഞാനും അതിൽ വരുന്ന ഒരാളെയല്ല. അത് നിങ്ങൾക്കത് സാധിക്കില്ല. അതാണ് നിങ്ങളുടെ ഒരു രീതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ യുണീക്കായിട്ടുള്ളൊരു വേ ആണ്, നിങ്ങൾ യുണീക്കിലെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് പലപ്പോഴും ഈ ഒരു വ്യക്തിയിൽ പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്നുണ്ട്, പുതിയ അറിവുകൾ അവർക്ക് നേടിക്കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരത് ഒരുപാട് അഡ്മയർ ചെയ്യുന്നൊരു ക്വാളിറ്റിയാണ്. കാരണം അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ആ ചെയ്യുന്നതൊക്കെ അവർ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടൊരു റെസ്പെക്റ്റ് ഉണ്ട് ഈ വ്യക്തിക്ക്. ഓക്കെ, ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയോളൂ, ആ വ്യക്തിയും വളരെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് വളരെ റെസ്പെക്റ്റ് ഉണ്ട്. നിങ്ങളെന്ന ഫ്രണ്ടിനെ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ അത് അവർ ആഗ്രഹിക്കുന്ന ഒരു പ്രസൻസ് ആണ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടുന്ന എല്ലാ ക്വാളിറ്റീസും നിങ്ങൾക്കുണ്ട്. എല്ലാ തരത്തിലും അവർ ഏത് സിറ്റുവേഷനിൽ അവർ ആഗ്രഹിക്കുന്ന സപ്പോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു കമ്പനി അവർ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളിലെ കുറേ ക്വാളിറ്റീസ് വളരെ യുണീക്കാണ്. അത് അവർ അഡ്മയർ ചെയ്യുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു വ്യക്തിയെ ഒരു ബെറ്റർ പേഴ്സൺ ആകാനായിട്ട് അവരെ എന്താ പറയുക, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ചെന്നതിന് ശേഷം കാര്യമായ ട്രാൻസ്ഫോർമേഷൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകളിലും അവർക്ക് അവരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും അവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നൊരു ശക്തമായ തോന്നൽ അവർക്കുണ്ട്. ഓക്കെ, പ്രൊട്ടക്റ്റ് ചെയ്യണം, എനിക്ക് ഒരു വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതായിട്ട് കേട്ടാലോ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് കണ്ടാൽ അവർ നിങ്ങളുടെ മുന്നിലുണ്ടാവും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അങ്ങനത്തെ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി വളരെ സ്ട്രോങ് ആണ് അവരുടെ ഉള്ളിൽ. വളരെ പ്രൊട്ടക്റ്റീവാണ് നിങ്ങളെ സംബന്ധിച്ച്. ഇതൊക്കെയാണ് അവർക്ക്. ഇതിനെല്ലാം കൊണ്ട് തന്നെ ഒരു അട്രാക്ഷൻ നിങ്ങളോടുണ്ട്. പക്ഷെ ആ ഒരു അട്രാക്ഷൻ അത് റൊമാൻറ്റിക് ആണെങ്കിൽ പോലും വളരെ പെരിഫറലാണ്, ആഴത്തിലുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ആ ഇഷ്ടം അവിടെ എക്സ്പ്രസ് ചെയ്താലും അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല. അവർ റിജക്റ്റും ചെയ്യില്ല, ആക്സെപ്റ്റും ചെയ്യില്ല. കാരണം അവർക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു ഓപ്ഷനായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരാളല്ല നമുക്ക് ലൈഫിൽ വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യക്തി അവർക്ക് ഓപ്ഷൻസ് ഉണ്ടാകാൻ പാടില്ല, നമ്മൾ മാത്രമായിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. ഓക്കെ, അവർ വളരെ ഷുവർ ആയിരിക്കണം, എനിക്ക് ഈ വ്യക്തിയാണ് വേണ്ടത്, ഇവരാണ് എൻ്റെ ലൈഫിൽ വേണ്ട പാർട്ട്ണർ എന്ന 100% അവർക്ക് ഷുവർ ആയിരിക്കണം. അങ്ങനത്തെ ആളുകളെ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ, ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയും നിങ്ങൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുക. കാരണം അത് നിങ്ങൾ ഒരു പ്രതീക്ഷ വെച്ചിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇവരിങ്ങനെ നിങ്ങൾ വേണോ അല്ലെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാവും, അവർ വേണോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്, എന്നാൽ ശരി, അപ്പോൾ എന്നാൽ കൺഫ്യൂസ് ചെയ്യില്ലെന്ന് ചോദിച്ചാൽ അത് വേണോ, അത് അറിയാണ്ടല്ല, അത് അവർക്ക് താല്പര്യമില്ല. ഓക്കെ, അവരിങ്ങനെ ഇതിനും നല്ലത് വന്നാലോ എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ വളരെ പെരിഫറൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉള്ള ഒരാളെ എൻകറേജ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇനി ഈ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഇമ്മെച്യൂർ എനർജി, ഞാൻ പറഞ്ഞല്ലോ, ഇമ്മെച്യൂർഡാണ് അവരെ പ്രായത്തിനനുസരിച്ച് മെച്യൂരിറ്റി പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിലൊന്നും ഒട്ടും ഒരു മെച്യൂർഡായിട്ടല്ല കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരാളല്ല വേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എന്തായാലും ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. സൺഡേ കിട്ടിയിട്ടുണ്ട്. സൺഡേ ഈ വ്യക്തി ചിലപ്പോൾ ജനിച്ച ദിവസമായിരിക്കാം. ഓക്കെ, വീക്ക് ഡേ ആയിരിക്കാം. ഇതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്
ഡേറ്റ് ഓഫ് ബർത്ത്ഡേ മന്ത് അല്ലെങ്കിൽ സോഡിയാക് സൈൻ ഇനീഷ്യൽസ് ഒക്കെ കണ്ടാൽ അത് എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. ഞാൻ ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ലൂസ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അവർക്കൊരു എക്വേറിയസ് പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കാം, സൺ മൂൺ റൈസിങ്. അതുപോലെ അവരുടെ ബർത്ത് മന്ത് എന്ന് പറയുന്നത് മെയ്, നവംബർ, സെപ്റ്റംബർ, ജാനുവരി ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം. പിന്നെ അവരുടെ ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത് 1, 16, 28 അല്ലെങ്കിൽ 29 ആയിരിക്കാം. അവരുടെ ഇനീഷ്യൽ അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് നെയിമിൽ ഈ പറയുന്ന ആൽഫബറ്റ്സ് ഏതെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് നെയിമിൽ ഈ പറയുന്ന ലെറ്റേഴ്സ് ഏതെങ്കിലും ഉണ്ടാകാം. ഓക്കെ, SVY ഇതിലേതെങ്കിലും ഉണ്ടാകാം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആവശ്യമായ ക്ലാരിറ്റിയും ഗൈഡൻസും ഈ റീഡിങ്ങിലൂടെ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിലൂടെ മെസ്സേജ് വഴി മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കോളുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ഓക്കെ, മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ മനസ്സിലുള്ള വ്യക്തി അവരെങ്ങനെയാണ് കാണുന്നത്? നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ഹൈ പ്രീസ്റ്റസ് ആണ്. പിന്നെ 2 ഓഫ് കോയിൻസ് അഥവാ 2 ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, അപ്പോൾ ഇവിടെ അവർ നിങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകളുള്ള ഒരാളാണ്. അതായത് പിന്നെ ജനറൽ നോളേജ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ലൈഫിനെ കുറിച്ച്, പിന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഈ ലോകത്ത് നടക്കുന്ന ഒരു എന്താ പറയുക കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഭയങ്കര അറിവുള്ള ഒരാളാണ്, അതിൽ ഒരുപാട് ഒരു വിസ്ഡം ഉള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങളെ കുറിച്ചിട്ട് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലൊരു ലെവൽ ഓഫ് മെച്യൂരിറ്റി അവരെപ്പോഴും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളങ്ങനെ ഉണ്ടായ നഷ്ടങ്ങളിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ല. നഷ്ടങ്ങൾ സംഭവിക്കും, ഒക്കെ സംഭവിക്കും, പക്ഷെ അത് വെച്ച് അന്ന് സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ച് അതിൽ തന്നെ ഇരിക്കുന്ന ഒരു വിക്ടിം എനർജിയിൽ ഇരിക്കുന്ന ഒരാളല്ല. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ മുന്നിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും ആ ലക്ഷ്യം നിങ്ങൾ കൈപിടിക്കുക. നിങ്ങളെപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ട് ഓക്കെ അത് ഒരിക്കലും ഒരു നഷ്ടം സംഭവിച്ചു വെച്ചിട്ട് എപ്പോഴും അതിന് സംഭവിക്കണം എന്നില്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സിംഗിളാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. നിങ്ങൾ സിംഗിളാണ്, പക്ഷെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വേറൊരു വ്യക്തി വേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ ലൈഫ് ആസ്വദിക്കാനായിട്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങളെ തന്നെ കമ്പനിയിൽ വളരെയധികം ആസ്വദിക്കുന്ന ഒരാളായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത്. നിങ്ങൾക്ക് വേറൊരാൾ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആവശ്യമില്ല. ലൈഫ് എൻജോയ് ചെയ്യാനും സന്തോഷം കണ്ടെത്താനും ഒക്കെ. ഓക്കെ, നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കുന്നോ അതിൽ തന്നെ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ വളരെയധികം നിരീക്ഷിക്കുന്ന ഒരാളാണ്, കീൻ ഒബ്സർവേഷൻ ഉള്ള ഒരാളാണ് എന്നുള്ള ഒരു തോന്നലുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു എനർജി ഇവർ വളരെ കോഷ്യസ് ആണ് നിങ്ങളുടെ മുന്നിൽ. ഓക്കെ, അപ്പോൾ അവരെന്തെങ്കിലും നിങ്ങളിൽ നിന്ന് മറക്കുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടാണ് ഇത്രയും കോഷ്യസ് ആവുന്നത്. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വളരെ കീൻ ഒബ്സർവർ ആണ്. അപ്പോൾ മറ്റുള്ളവർ പോലും കാണാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താനും അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടാനും സാധിക്കും. അത് നിങ്ങളുടെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടാലൻ്റ് ആണ്. നിങ്ങൾ അതിനായിട്ട് ഇങ്ങനെ എന്താ പറയുക ശ്രദ്ധിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ നാച്ചുറലി നിങ്ങളൊരു കീൻ ഒബ്സർവർ ആണ്. ഓക്കെ,
പിന്നെ ഇവിടെ ഇതുവരെ നമുക്കൊരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് അങ്ങനെയൊന്നും കാണുന്നില്ല. ഇവിടെ കൂടുതലൊരു അഡ്മിറേഷനൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിലൂടെ ഒരുപാട് പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ് ഈ ഒരു വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, പല കാര്യങ്ങളെയും സംബന്ധിച്ച് ഒരു പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ വിചാരിച്ച പോലെ അല്ലെങ്കിൽ അവർ കാണുന്ന രീതിയിലല്ല നിങ്ങൾ ലോകം കാണുന്നത്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാണുന്നത്. അപ്പം നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് പുതിയ ഒരു പേഴ്സ്പെക്റ്റീവ് കിട്ടുകയാണ്. ഓക്കെ, അത് അവർ കൃത്യമായി അഡ്മയർ ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് നിങ്ങളിൽ. വളരെയധികം അവരത് അഡ്മയർ ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ, അത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്ന ഒരാളാണ്. അത്രയും കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ആയി തീരണം എന്ന് ആഗ്രഹിക്കുന്നതിൽ അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും. നിങ്ങൾ അതിനായിട്ട് എന്തായാലും നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും, നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടും. അപ്പം അതിലൊരു ആത്മവിശ്വാസമാണ് അല്ലേ, നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുക. അത് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിൽ അങ്ങനെയാണ്, നിങ്ങൾക്കതുണ്ട്. നിങ്ങളത് അങ്ങനെ ഒരുപാട് പൊട്ടൻഷ്യൽ, ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിനെ വരുന്ന പോലെ എങ്ങനെയാണോ വരുന്നത് ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാൾ. ഓക്കെ, അതുപോലെ ജീവിതത്തിൻ്റെ പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കെ സന്തോഷവും ലൈഫ് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളും മൊമെൻറ്റ്സും ഒക്കെ തിരിച്ചറിഞ്ഞ് ജീവിതം ആസ്വദിക്കുന്ന, ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാൾ. ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടേ ഞാൻ ലൈഫിൽ ഹാപ്പി ആകൂ അങ്ങനത്തെ ഒരു പിടിവാശൊന്നും നിങ്ങൾക്കില്ല. ഓക്കെ, നിങ്ങൾ വളരെയധികം ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പ്രകൃതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മൃഗങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു എംപാത്ത് നേച്ചർ ഉണ്ട്. അത് അവർ നിങ്ങളിൽ കാണുന്ന ഒരു സ്ട്രൈക്കിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത്, എടുത്ത് കാണുന്ന ഒരു ക്വാളിറ്റിയാണ്. അവർക്ക് ഒരുപാട് അത് നിങ്ങളെ അഡ്മയർ ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങളോടൊരു അഡ്മിറേഷനാണ് എനിക്ക് ഈ വ്യക്തിയിൽ ഇതുവരെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, clarify the Princess of Wands. നിങ്ങൾക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു എന്താ പറയണ്ടേ, എക്സ്റ്റേണൽ അപ്പിയറൻസ് വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു അപ്പിയറൻസ് ആണ്. ഒരു മാഗ്നറ്റിക് എനർജി നിങ്ങൾക്ക് ഉണ്ട്. അതുപോലെ നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾ ഒരുപാട് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് കഴിവുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കഴിവുകളുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ ചിലപ്പോൾ അത്രയും തിരിച്ചറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ പല കഴിവുകളെയും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പ്രാപ്തിയുള്ളൊരു ഒരാളാണ് എന്നൊരു തോന്നലാണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ളത്. ഇവിടെ എനിക്കൊരു അഡ്മിറേഷൻ എനർജിയാണ് കിട്ടുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ അഡ്മയർ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഒരുപാട് സീക്രട്സ് ഉള്ള ഒരാൾ, അതായത് നിങ്ങളെല്ലാം അങ്ങനെ ഒരു ഓപ്പൺ ബുക്കല്ല നിങ്ങൾ. ഓക്കെ, ഒരു വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരാളല്ല നിങ്ങൾ. നിങ്ങൾക്ക് ഒരുപാട് സീക്രട്സ് ഉണ്ട്. നിങ്ങളെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും പല സാഹചര്യത്തിൽ നിങ്ങൾക്ക് ശരിക്കും തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവനൊന്നും പറയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ശരിയായ ഫീലിങ്സ് നിങ്ങൾ മുഴുവൻ എക്സ്പ്രസ് ചെയ്യില്ല. എല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഓക്കെ അത് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സീക്രട്ട്, ഒരു മിസ്റ്റീരിയസ് എനർജിയാണ് നിങ്ങളുടെ ഉള്ളത്. അപ്പം എന്താണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ന് പലപ്പോഴും ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. നിങ്ങളുടേതൊരു ഫേറ്റഡ് ഒരു കണക്ഷൻ ആയിട്ടാണ് അവർ കാണുന്നത്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഓർ നോട്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു അഡ്മിറേഷൻ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങളും ആ വ്യക്തിയും നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയും കണ്ടുമുട്ടിയത് അതൊരു യൂണിവേഴ്സിന്റെ പ്ലാൻ ആണ്. ആ ഒരു പ്ലാൻ പ്രകാരമാണ്, ഇത് ഡെസ്റ്റിനിയിൽ ഉള്ളതാണ് എന്നൊരു എന്താ പറയണ്ടേ വിശ്വാസം ഈ വ്യക്തിക്കുണ്ട്. അങ്ങനെ കണ്ടുമുട്ടിയതാണ്, അല്ലെങ്കിൽ കണ്ടുമുട്ടാൻ സാധ്യതയില്ല. ഇത് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ചെന്നിട്ടുള്ളത് അതിനൊരു ബിഗർ പർപ്പസ് ഉണ്ട്, ഒരു പ്രധാന ഉദ്ദേശമുണ്ട് ആ നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളതിൽ എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതെന്തിനാണെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്കൊരു സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് അവരുടെ ലൈഫിൽ അവർ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ പിന്നെ കേൾക്കുന്നത് ഒരു പോരാളിയാണെന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നുണ്ടാവും. ആ സ്ട്രഗിൾസൊക്കെ പക്ഷെ നിങ്ങൾ ഈസിലി ഹാൻഡിൽ ചെയ്ത്, നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായില്ല അതൊക്കെ തരണം ചെയ്ത് അത്
അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തുകൊണ്ട് ഒരു നിരാശയൊന്നും നിങ്ങൾക്കില്ല. പ്രതീക്ഷ ഒട്ടും കൈവിടാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, അതും അവരൊരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് നിങ്ങളിൽ. എങ്ങനെ ഒരു വ്യക്തിക്ക് അതിന് സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത. പിന്നെ പാസ്റ്റിൽ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരാളല്ല. എപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകുക, അതിലാണ് നിങ്ങൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ എത്ര ശ്രദ്ധിച്ചിരുന്നാലും അതിനെക്കുറിച്ച് എത്ര ആലോചിച്ചിരുന്നാലും മാറ്റം ഉണ്ടാകില്ല. അതങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു എന്താ പറയണ്ടേ, അതിലൊരു മാറ്റം ഇനി വരുത്താൻ പറ്റില്ല, കഴിഞ്ഞു പോയതാണ്. മാറ്റം ഇനി വരുത്താൻ പറ്റുന്നത് പ്രസന്റ് മൊമെന്റിലും ഭാവിയിലുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഓരോ ആക്ഷൻസും. അതും അവർ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അഡ്മയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണുന്നു. പിന്നെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിനെ ഡീൽ ചെയ്യാനായിട്ട് കെൽപ്പുള്ള ഒരു വ്യക്തി. ഓക്കെ, നിങ്ങളൊരു മോർ ഓർ ലെസ് ഒരു എന്താ പറയണ്ടേ, ഒരു റോൾ മോഡലായിട്ടാണ് ഈ വ്യക്തി കാണുന്നത്. ഒരു റോൾ മോഡൽ, അതായത് ഒരാൾ എങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു നിമിഷം വരെ ആ ഒരു വ്യക്തിയിൽ ഒരു പ്രണയം ഒന്നും കാണുന്നില്ല, അഡ്മിറേഷൻ ഉണ്ട്. നിങ്ങൾ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട് അവരെ. ഒരു റെസ്പെക്ട്ഫുള്ളി ഉള്ള ഒരു സ്നേഹമാണ്, ഒരു എന്താ പറയണ്ടേ, യെസ്, അങ്ങനത്തെ ഒരു കൺസിഡറേഷനാണ് അവർക്കുള്ളത്. കാരണം നിങ്ങളുടെ ആ ഒരു രീതി, നിങ്ങൾ ജീവിക്കുന്ന രീതി, നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ദ വേ യു ക്യാരി യുവർ സെൽഫ് എന്ന് പറയില്ലേ, അതൊക്കെയാണ് അവർ നിങ്ങളിൽ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പം പറഞ്ഞ പോലെ എത്ര ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്ത് വെച്ചിട്ടും ലൈഫ് ആകെ നിരാശയാണ്, അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ആ ഒരു വിക്റ്റിമായിട്ടിരിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് നിങ്ങൾ. ഓക്കെ, എപ്പോഴും ആ ലൈഫിൻ്റെ ഒരു കൺട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളത് ഒരിക്കലും ഇങ്ങനെ കൈവിട്ട് കളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളത് കൈവിട്ട് കളയുകയില്ല. നിങ്ങൾക്ക് അത്രയും ആത്മധൈര്യം, ആത്മവിശ്വാസമുള്ള ഒരാളാണ്. ഹൈലി അട്രാക്റ്റീവ് ആണ് നിങ്ങൾ എന്ന വ്യക്തി. ഇൻസൈഡ് ഔട്ട് വളരെ അട്രാക്റ്റീവ് ആണ് ഈ വ്യക്തിയെ. അവരെ സംബന്ധിച്ച് അവർ പറയും അവരുടെ ഒരു ഇതിൽ, പക്ഷെ അവർക്ക് അവിടെ ഒരു ഇൻഫാക്ച്വേഷനോ ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റോ അല്ല കാണുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതെല്ലാം കൊണ്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ പോലും, ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ പോലും നിങ്ങളതൊരിക്കലും റെസിപ്രോക്കേറ്റ് ചെയ്യില്ല എന്നൊരു സ്ട്രോങ് ബിലീഫാണ്. ഓക്കെ, അതായത് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിനെയൊന്നും നിങ്ങൾ ഒരു കാലത്തും ആ ഒരു കണ്ണിൽ കാണില്ല. നിങ്ങൾ ഒരുപാട് എന്താ പറയുക, നിങ്ങളൊരു പെഡസ്റ്റൽ വെക്കാന്ന് പറയില്ല, നിങ്ങളെ കുറിച്ച് അവർക്ക് വലിയൊരു പിക്ചറാണ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി ലീഗ് എന്നൊക്കെ പറയുന്ന ഒരു എനർജിയിലാണ് നിങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ പ്രസൻസ് ഇവിടെ കാണാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും അവർ ആ ഒരു കണ്ണിലൂടെ കാണില്ല എന്ന് അവർ വിശ്വസിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഒരു റോൾ മോഡലായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നുപോയ വഴികളിൽ, നിങ്ങളുടെ മൊമെന്റ്സും ഹാൻഡിൽ ചെയ്യുന്ന രീതികളിൽ, നിങ്ങളുടെ ജീവിതത്തെ കാണുന്ന രീതി, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഒരു ആത്മീയ തലത്തിൽ നിങ്ങൾക്കുള്ള അറിവുകൾ, നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് നിങ്ങൾക്കുള്ള ഒരു അറിവുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ കാണുന്ന ഒരു രീതിയുണ്ട്. അതിലൂടെ നിങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പിന്നെ നിങ്ങളുടെ ചില പോളിസീസ് ഉണ്ട് ലൈഫിൽ. പിന്നെ എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ലക്ഷ്യം കൈവിടാതെ, പ്രതീക്ഷ കൈവിടാതെ ജീവിതത്തിനെ ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്, അതൊന്നും എല്ലാവരിലും കാണുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളൊരു റോൾ മോഡലായിട്ടാണ് ഈ ഒരു വ്യക്തി കാണുന്നത്. അവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളിൽ മുതിർന്ന ആളായിരിക്കാം കേട്ടോ, നിങ്ങളിൽ മുതിർന്നതായിരിക്കും, സുപ്പീരിയർ ആയിരിക്കാം, പക്ഷെ അവർ നിങ്ങളെ കാണുന്നത് അങ്ങനെയാണ്, റോൾ മോഡലായിട്ട്. എങ്ങനെ വേണം ഒരു വ്യക്തി, ഇങ്ങനെ ആയിരിക്കണം ഒരാൾ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് എളുപ്പമാണ് തളർന്നു പോകാനും വിക്റ്റിമായിട്ട് ഇരിക്കാനും എളുപ്പമാണ്. പക്ഷേ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് തളരാതെ മുന്നോട്ട് പോരാടി പോകുക എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ധൈര്യം തന്നെ വേണം. ആ ധൈര്യം നിങ്ങളിൽ എന്തായാലും ഈ വ്യക്തി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ, ജീവിതത്തെ സംബന്ധിച്ച പാഠങ്ങൾ പഠിക്കുകയാണ് അവർ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ആ ഒരു മാഗ്നറ്റിക് എനർജി, ഞാൻ എന്താ പറയുക, നിങ്ങൾ തിരിച്ചറിഞ്ഞതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് ഈ വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എപ്പോഴെങ്കിലും കാഷ്വലൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ സ്കിൽ എന്താണെന്നൊക്കെ അറിയാനായിട്ട് വെറുതെ ഒരു കാഷ്വലായിട്ട് ചോദിക്കാം. അത് പക്ഷേ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരണം. പെട്ടെന്ന് കയറി ചോദിക്കരുത്, അപ്പം നിങ്ങൾ വിയേർഡാണെന്നാണ് അവർ ചിന്തിക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്കത്
മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ബെറ്റർ പിക്ചർ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ എനർജി. ഓക്കെ, അവരത്രയും നിങ്ങളെ മനസ്സിലാക്കുന്നു, കാരണം അവരത്രയും അഡ്മയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ വളരെ നിസ്സാരവത്കരിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. പക്ഷെ അത് അത്രയും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളത് ഇവരുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴാണ് മനസ്സിലാകുക. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങളോടൊരു ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അഡ്മിറേഷനാണ്. പ്യുവർ അഡ്മിറേഷനും റെസ്പെക്റ്റുമാണ് ഉള്ളത്. ഓക്കെ, അവർ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊരു റോൾ മോഡൽ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്, നിങ്ങളെ സംബന്ധിച്ചുള്ള പെർസ്പെക്റ്റീവ്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. അപ്പോൾ ഈ ക്യാപ്സ്യൂൾ ക്ലൂസിൽ നമുക്ക് അവരെ സംബന്ധിച്ചുള്ള ക്ലൂസ് ആണ് ഞാൻ കളക്ട് ചെയ്യുന്നത്. ഇതിൽ നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ക്ലൂസ് കിട്ടുകയാണെങ്കിൽ അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. അതായത് ഈ ഒരു ഫയൽ നിങ്ങളുടെ ഫയൽ തന്നെയാണെന്നുള്ളതിന് ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്ത് തിരിച്ചു വരാം. ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള ക്ലൂസ്. ഇതിൽ ആൽഫബറ്റ്സ് കിട്ടിയിട്ടുള്ളത് W&B. ഇത് അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഏതെങ്കിലും ഒന്നാകാം. അല്ലെങ്കിൽ ഫസ്റ്റ് നെയിമിൽ അവരുടെ പേരിൽ ഈ പറഞ്ഞ ആൽഫബറ്റ്സ് ഉണ്ടാകാം. ഓക്കെ, പിന്നെ നമുക്ക് 2 വീക്ക് ഡേയ്സ് കിട്ടിയിട്ടുണ്ട്. ഞായറാഴ്ചയും ചൊവ്വാഴ്ചയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും അവർ ജനിച്ചിട്ടുണ്ടായിരിക്കുക, വീക്ക് ഡേ. ഓക്കെ, അവർക്ക് ടോറസ്, ലിബ്ര, അക്വേറിയസ് പ്ലേസ്മെന്റ് അവരുടെ സൺ മൂൺ റൈസിങ്ങിലോ അല്ലെങ്കിൽ അവരുടെ ബർത്ത് ചാർട്ടിലോ ഒരു സിഗ്നിഫിക്കൻറ്റ് പ്ലേസ്മെന്റ് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സോഡിയാക് സൈൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത് 4th, 15th, 24th അല്ലെങ്കിൽ 28th ആയിരിക്കാം. പിന്നെ മൺസൂൺ സീസൺ, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. സമ്മർ സീസൺ എന്ന് പറയുമ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ, ഈ പറയുന്ന മന്ത്സ്. അതുപോലെ ജൂൺ, അപ്പോൾ ജൂൺ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇതിൽ ഏതെങ്കിലും അവരുടെ ബർത്ത് മന്ത് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സീസൺ അവരുടെ ഫേവറേറ്റ് സീസൺ ആയിരിക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി, അവരെ സംബന്ധിച്ചിട്ടുള്ള ക്ലൂസ്. അവരെങ്ങനെ നിങ്ങളെ കാണുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള റീഡിംഗ് ആണ് നിങ്ങൾക്ക് ലഭിച്ചത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ആഗ്രഹിച്ച ക്ലാരിറ്റിയും ആവശ്യമായ ഗൈഡൻസും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കണം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് റെസ്പോണ്ട് കിട്ടുന്നതാണ് കേട്ടോ. മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അത് മാത്രം ചെയ്യുക. കോളുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. അത് വാട്സപ്പ് കോൾ ആണെങ്കിലും അല്ല നോർമൽ കോൾ ആണെങ്കിലും കോളുകൾ സ്വീകരിക്കുന്നതല്ല. വാട്സപ്പ് മെസ്സേജസിലൂടെ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ പിക്കച്ചാം അല്ലെങ്കിൽ പിക്കപ്പാൽ റീഡിംഗ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ടോപ്പിക്ക് ഏതാണെന്ന്, ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല എങ്കിൽ ആ ടോപ്പിക്ക് ഏതാണെന്നൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. താങ്ക്